ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ, പേജ് നമ്പർ 95 റെൻറ്റ്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. 4 പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകങ്ങളുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അല്ലേ? ഇവയ്ക്ക് 4നും ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് റെമ്യൂണറേഷൻ, പ്രതിഫലം ലഭിക്കുന്നു. ലാൻഡിൻ്റെ പ്രതിഫലം റെൻറ്റ്, ലേബറിൻ്റെ പ്രതിഫലം വേജ്, ക്യാപിറ്റലിൻ്റെ പ്രതിഫലം ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ്റെ പ്രതിഫലം പ്രോഫിറ്റ്. ഇവ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അല്ലേ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എങ്ങനെയായിരുന്നു? ഫാക്ടർ പ്രൈസ് ഡിറ്റർമിനേഷൻ, അല്ലേ? എന്താണ്? ഘടക ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം, അല്ലെ വില നിർണ്ണയം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഉൽപ്പാദന ഘടകം ലാൻഡ്. ലാൻഡിൻ്റെ റെമ്യൂണറേഷൻ, പ്രതിഫലം റെൻറ്റ്, വാടക, പാട്ടം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്, പാട്ടം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. കിട്ടിയോ? അപ്പോൾ ഓരോന്നിനെ സംബന്ധിച്ചും ഓരോ തിയറികളാണ്. റെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളത് 2 തിയറികൾ പഠിക്കണം. 2 തിയറി. ഒന്ന് റിക്കാർഡിയൻ തിയറി ഓഫ് റെൻറ്റ്, 2 മോഡേൺ തിയറി ഓഫ് റെൻറ്റ്. എല്ലാം ഇനി പഠിക്കാൻ പോകുന്ന മൊത്തം കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ച് തന്നെ പഠിച്ചോളൂ. കിട്ടിയോ? അപ്പോൾ റെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് 2 തിയറി പഠിക്കണം. റിക്കാർഡിംഗ് തിയറി ഓഫ് റെൻറ്റും മോഡേൺ തിയറി ഓഫ് റെൻറ്റും. ഒന്ന്, in the ordinary sense, the term rent means the payment made for using a house, vehicle, machine, shop, room, etc. for a specified period. അല്ലെ, സാധാരണ അർത്ഥത്തിൽ റെൻറ്റ്, വാടക, അല്ലെ പാട്ടം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താണ്? ഒരു നിശ്ചിത സമയത്തേക്ക് വീട്, വാഹനം, മെഷീനറി, കട, വാടക, അല്ലെ റൂം, അല്ലെ മുറി, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾ അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കേണ്ട പണം, അല്ലേ? നമ്മൾ വാടകയ്ക്ക് എടുക്കുക, അല്ലേ? വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുക, വാഹനം നമ്മൾ വാടകയ്ക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് സാധാരണ അർത്ഥത്തിൽ വാടക, പാട്ടം എന്ന് പറഞ്ഞാൽ. ഇനി in other words, it is a payment made for hiring a particular thing, but it is not in this sense that the term rent is used in economics. According to the classical economics, rent is a payment made by the farmer to the landlord for the use of land. കിട്ടിയോ? അപ്പോൾ സാധാരണ അർത്ഥത്തിൽ നമ്മൾ കണ്ടു. ഇനി in other words, it is a payment made for hiring a particular thing, അല്ലേ? ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, അല്ലെ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ അടയ്ക്കേണ്ട പണം, അല്ലേ? അത് തന്നെയാണ് റെൻറ്റ്. ബട്ട് ഇൻ ഇക്കണോമിക്സ് സെൻസ് ദ ടേം ഈസ് റെൻറ്റ് ഈസ് യൂസ് ഇൻ ഇക്കണോമിക്സ്. കണ്ടോ? എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ റെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെ വാടക അല്ലെങ്കിൽ പാട്ടം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് വിശാലമായ അർത്ഥത്തിലാണ്. ഇനി അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ് പഠിച്ചേ പുരാതന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ റെൻറ്റ് ഈസ് എ പേയ്മെൻറ്റ് ബൈ ദ ഫാർമർ ടു ദി ലാൻഡ്ലോഡ്. ലാൻഡ്ലോഡ് ഭൂ ഉടമ, ഭൂപ്രഭുക്കന്മാർക്ക് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ്. കർഷകൻ ഭൂപ്രഭുക്കന്മാരുടെ ഭൂമി ഉപയോഗിക്കുന്നതിന് കർഷകൻ ഭൂപ്രഭുക്കന്മാർക്ക് കൊടുക്കുന്ന തുകയെ വിളിക്കുന്ന പേരാണ് റെൻറ്റ് അല്ലെങ്കിൽ വാടക. ആര് കൊടുക്കണം? കർഷകൻ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഭൂപ്രഭുക്കന്മാർക്ക് കൊടുക്കണം, അല്ലേ? കർഷകൻ ഭൂപ്രഭുക്കന്മാരുടെ ഭൂമി ഉപയോഗിച്ച് അവരോട് കൃഷി ചെയ്യുന്നു, അല്ലേ? ഉപയോഗിക്കുന്നതിൻ്റെ, അല്ലേ, പണം അതിന് കൊടുക്കുന്ന കർഷകൻ ഭൂപ്രഭുക്കന്മാർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്, അടവിനെ വിളിക്കുന്ന പേരാണ് റെൻറ്റ്, വാടക. ആര് പറഞ്ഞു? പുരാതന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അത്രയും കിട്ടിയോ? പഠിച്ചിട്ട് പഠിക്കണേ. 1ാമത്തെ തിയറിയിലേക്ക് പോകുന്നു. റിക്കാർഡിംഗ് തിയറി ഓഫ് റെൻറ്റ്. ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ റെൻറ്റ് തിയറി, പാട്ട സിദ്ധാന്തം, അല്ലേ? നോക്ക്. It was David Ricardo who gave the scientific treatment of subject rent of the first time. കിട്ടിയോ? ആദ്യമായിട്ട് റെൻറ്റിന്
ശാസ്ത്രീയമായൊരു സിദ്ധാന്തം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഡേവിഡ് റിക്കാർഡോ. ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഡേവിഡ് റിക്കാർഡോ വൺ ഓഫ് ദ ഗ്രേറ്റ് ജൂസ് വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പോൺ ഇംഗ്ലണ്ട്. കണ്ടോ, അദ്ദേഹം ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരു ജൂതനായിരുന്നു അല്ലേ. ഇംഗ്ലണ്ടിൽ ആണ് ജനിച്ചത്. In 1817 he published his chief work on the principles of political economy and taxation. 1817 അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിൻ്റെ പേരാണ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സേഷൻ. വരച്ചിട്ട് പഠിക്കണം. ഇൻ വിച്ച് ക്ലിയർ ഫീച്ചർ ഓഫ് ദ തിയറി ഓഫ് റെന്റ്. ഈ പുസ്തകത്തിലൂടെയാണ് റെന്റ് തിയറിക്ക് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. കിട്ടിയോ? അപ്പോൾ ആദ്യമായിട്ട് റെന്റ് തിയറിക്ക് ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഡേവിഡ് റിക്കാർഡോ. അദ്ദേഹം ഒരു ജൂതനാണ്, ഇംഗ്ലണ്ടിൽ ജനിച്ചു. 1817 ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സേഷൻ എന്നൊരു പുസ്തകം എഴുതി അല്ലേ. ഈ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം റെന്റ് തിയറി ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. ഇൻ ദ വേർഡ്സ് ഓഫ് റിക്കാർഡോ വരച്ചിരുന്നു, റെന്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് ദി എർത്ത് which is paid to the landlord for the use of original and indestructible powers of the soil. എന്താ മക്കളെ, ലാൻഡ് ലോഡ് ആരാന്ന് ഞാൻ പറഞ്ഞു. ആരാ? ജന്മി, ഒറിജിനൽ, യഥാർത്ഥം, ഇൻഡെസ്ട്രക്റ്റബിൾ, തകർക്കുവാൻ പറ്റാത്തത്, പവേഴ്സ് ഓഫ് ദ സോയിൽ. സോയിൽ എന്താണ്? മണ്ണ്. എന്താ അതിൻ്റെ മലയാളം വേണേൽ മക്കൾ എല്ലാവരും എഴുതി വെച്ചു. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. മണ്ണിൻ്റെ മൗലികവും അനശ്വരവുമായ കഴിവുകളെ ഉപയോഗിക്കുന്നതിന് ജന്മിക്ക് നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് റെന്റ്, പാട്ടം. മണ്ണിൻ്റെ മൗലികവും അനശ്വരമായ കഴിവുകളെ ഉപയോഗിക്കുന്നതിന് ജന്മിക്ക് നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെ ഭാഗം, ഇതാണ് വാടക അല്ലെങ്കിൽ പാട്ടം. ആര് പറഞ്ഞു? ഡേവിഡ് റിക്കാർഡോ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും. മുമ്പേ പറഞ്ഞത് തന്നെയാണ് മക്കളെ അല്ലേ. ജന്മിയുടെ ഭൂമിയിൽ അല്ലേ ആര്? കർഷകർ പണിയെടുക്കും അല്ലേ. പണിയെടുക്കുമ്പോൾ അവർ കൃഷി ചെയ്യുന്നു. അവർക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗം ജന്മിക്ക് അടവായിട്ട് പാട്ടമായിട്ട് കൊടുക്കും അല്ലേ. പണ്ടൊക്കെ നമ്മൾ വാരത്തിന് കപ്പയിടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അല്ലേ. 10 ഉടമസ്ഥന് 10 കിലോ പതാരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. 10 കിലോ കപ്പ നമ്മൾ പറിച്ചു കഴിയുമ്പോൾ അതിൽ1 കിലോ ഉടമസ്ഥന് അല്ലേ. അതുപോലെ തന്നെ ജന്മിയുടെ ഭൂമിയിൽ കൃഷി ചെയ്ത് അല്ലേ കഷ്ടപ്പെട്ട് പകലന്തിയോളം പണിയെടുത്ത് ചോര നീരാക്കി പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ അല്ലേ. അവൻ വിളവെടുത്ത് കഴിയുമ്പോൾ അവൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം ജന്മിക്ക് വാടകയായിട്ട് കൊടുക്കും അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് പാട്ടമെന്ന് ആര് പറഞ്ഞു? ഡേവിഡ് റിക്കാർഡോ അവകാശപ്പെടുന്നു. ഇനി ഫോളോവിങ് എക്സാമ്പിൾ ഗിവൺ ബൈ റിക്കാർഡോ എനേബിൾസ് us to understand theory of rent അല്ലേ. ഈ സിദ്ധാന്തം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഡേവിഡ് റിക്കാർഡോ ഒരു തിയറി, ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. He starts with supposed in a vast area, a virgin land just colonized by the small group of people. Since land is available in plenty and population is limited, best land or A-grade land is cultivated by them first. കണ്ടോ, വിശാലമായ ഭൂമി ഉദാഹരണമാണ്. വിശാലമായ ഭൂമി അവിടെ കിടക്കുന്നു അല്ലേ. ജനസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് എന്താ മക്കളെ, ഒത്തിരി ഭൂമി കിടക്കുമ്പോൾ ഏറ്റവും ഫലഭൂഷ്ടിയായ ഭൂമി നമ്മൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് A-grade ലാൻഡ് അല്ലേ. ഒത്തിരി ഭൂമി ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുക, ജനസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ കൃഷി ചെയ്യുന്നത് വളരെ ഫലഭൂഷ്ടമായ ഭൂമിയിലേ കൃഷി ചെയ്യുള്ളൂ അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് A-grade ലാൻഡ്. ഇനി വിത്ത് ദ പാസേജ് ഓഫ് ടൈം, സമയം കടന്നുപോയി, കാലം കടന്നുപോയി, പോപ്പുലേഷൻ ഓഫ് ദ കോളനി ഇൻക്രീസസ് ത്രൂ ബേർഡ്സ്, ഇമിഗ്രേഷൻ എക്സെട്ര. ജനസംഖ്യ വർദ്ധിച്ചു, കൂടുതൽ ആൾക്കാർ ജനിച്ചു, കുറച്ച് ആൾക്കാർ ഇങ്ങനെ കുടിയേറി പാർത്തു, ഇമിഗ്രേഷൻ കുടിയേറ്റം. ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. കോൺസിക്വൻറ്റ്ലി തൽഫലമായി ലെസ് ഫെർട്ടൈൽ ഫലഭൂഷ്ടി ഓർ B-grade ലാൻഡ് ഈസ് ഓൾസോ ബ്രോഡ് അണ്ടർ ദ പ്ലഫ്. പ്ലഫ് എന്താണ്? ഉഴുതുമറിക്കുക. ഇവിടെ കൃഷി ചെയ്യാൻ നടത്തും കേട്ടോ. കിട്ടിയോ മക്കളെ? അപ്പോൾ നമ്മൾ കണ്ടു, ജനസംഖ്യ വർദ്ധിച്ചു, കാലം കടന്നുപോയി, ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമാണ്.
അന്നേരം എന്താണ്? ബി ഗ്രേഡ് ലാൻഡിൽ, ഫലപുഷ്ടി കുറഞ്ഞ ബി ഗ്രേഡ് ലാൻഡിൽ എന്താണ് കർഷകർ കൃഷി ഇറക്കുവാനായിട്ട് തുടങ്ങി. കിട്ടിയോ? ഇനി let us suppose that colonies have cultivated both A grade land and B grade land in order to produce a required quantity of rice. അല്ലേ, എ ഗ്രേഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫലപുഷ്ടി കൂടിയ പ്രദേശം, ബി ഗ്രേഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടി കുറഞ്ഞ പ്രദേശം. അവിടെ രണ്ടും എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? റൈസ്, അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. Since A grade land is superior to the B grade land, let us suppose that the cost of production per unit of rice is 25 in the former and 35 in the later. കിട്ടിയോ? എ ഗ്രേഡ് ലാൻഡിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നു, അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 25 രൂപ ചിലവാകുന്നു. ബി ഗ്രേഡ് ലാൻഡിൽ 35 രൂപയും ചിലവാകും. കിട്ടിയോ? എ ഗ്രേഡ് ലാൻഡിൽ 25 രൂപയാണ് ചിലവാകുന്നത് എങ്കിൽ ബി ഗ്രേഡ് ലാൻഡിൽ 35 രൂപയും ചിലവാകുന്നു. ഇപ്പോൾ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് റൈസ്, അരിയുടെ കമ്പോള വില 25 രൂപയാണ്. B grade plot will not be cultivated. It will brought under cultivation only when the market price is rise to 35. കണ്ടോ മക്കളെ? അപ്പോൾ എ ഗ്രേഡ് ലാൻഡിൽ എത്ര രൂപയാണ്? എത്രയാണ്? നമ്മൾ കണ്ടു, ഉൽപ്പാദന ചെലവ് 25 രൂപയും ബി ഗ്രേഡ് ലാൻഡ് 35 രൂപയുമാണ്. അല്ലേ, അരിയുടെ കമ്പോള വില 25 രൂപയാണ്. അല്ലേ, 25 രൂപയെന്ന് പറഞ്ഞാൽ എ ഗ്രേഡ് ലാൻഡിൽ 1 കിലോ അരി ഉൽപ്പാദിപ്പിക്കുന്ന 25 രൂപയാവും. അപ്പം ബി ഗ്രേഡ് ലാൻഡിന് 35 രൂപയോ? അല്ലെ, അപ്പോൾ ബി ഗ്രേഡ് ലാൻഡ് ആരെങ്കിലും കൃഷി ചെയ്യുമോ? കൃഷി ചെയ്യത്തില്ല. In a competitive market, there cannot be more than one price. If the market price is 35, owners of the A grade land get surplus return. അല്ലേ, ഇനി അരിയുടെ വില 35 ആയാലോ? അരിയുടെ വില 35 ആയാലോ എ ഗ്രേഡ് ലാൻഡിൽ കൃഷി ചെയ്യുന്ന കർഷകന് 10 രൂപ ലഭിക്കും. അല്ലേ, കാരണം എന്താ? 25 രൂപയെ ചിലവാകുന്നുള്ളൂ, 35 രൂപ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ എ ഗ്രേഡ് ലാൻഡ് കൃഷി ചെയ്യുന്ന കർഷകന് 10 രൂപ ലഭിക്കും. ദ സർപ്ലസ് ഈസ് റെന്റ്. ഈ മിച്ചം കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് പാട്ടം. കിട്ടിയോ? കിട്ടിയോ? ദ ഓണേഴ്സ് ഓഫ് ദ ബി ഗ്രേഡ് ലാൻഡ് ഡു നോട്ട് ഗെറ്റ് എനി സർപ്ലസ്. അല്ലേ, എന്നാൽ ബി ഗ്രേഡ് ലാൻഡ് കൃഷി ചെയ്യുന്ന കർഷകന് എന്തെങ്കിലും കിട്ടുമോ? കാരണം എന്താണ്? 35 രൂപ ചിലവാകുന്നുണ്ട്, 35 രൂപയെ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നുമില്ല. ദർ ഇറ്റ് ഈസ് നോൺ ആസ് എ നോ റെന്റ് ലാൻഡ്. അവിടെ നോ റെന്റ് ലാൻഡ്, പാട്ടമില്ല. It will receive rent only when still in which C grade land is brought under cultivation due to increase in the demand for rice. അല്ലേ, വീണ്ടും ജനസംഖ്യ വർദ്ധിച്ചു, വീണ്ടും ഭക്ഷ്യ ഉൽപ്പാദനം കൂടണം. അന്നേരം എന്താണ്? ഏറ്റവും ഫലപുഷ്ടി കുറഞ്ഞ സി ഗ്രേഡ് ലാൻഡ് കർഷകർ തിരഞ്ഞെടുക്കുന്നു. The price rises in the market, C grade land become a market land. Then the rent received with the owners of the A grade land will increase. A graphical representation of the Ricardian theory rent is given above. അല്ലേ, അതിൻ്റെ ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ആർ ഷോൺ ഇൻ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ എ ബി സി എന്ന് പറയുന്ന ലാൻഡ്, എ ഗ്രേഡ് ലാൻഡ്, ബി ഗ്രേഡ് ലാൻഡ്, സി ഗ്രേഡ് ലാൻഡ്. അല്ലേ, ഇനി വൈ ആക്സിൽ കോസ്റ്റ് ആൻഡ് പ്രൈസ്, ചിലവും വിലയും കൊടുത്തിരിക്കുന്നു. നോക്കിയേ, ഇനി ഒ ഈസ് എ ഗ്രേഡ് ലാൻഡ്, എ ബി ഒ എ ഈസ് എ ഗ്രേഡ് ലാൻഡ്. ഒ എ എന്ന് പറയുന്നത് എ ഗ്രേഡ് ലാൻഡിനെ സൂചിപ്പിക്കുന്നു, എ ബി എന്ന് പറയുന്നത് ബി ഗ്രേഡ് ലാൻഡിനെ സൂചിപ്പിക്കുന്നു, ബി സി എന്ന് പറയുന്നത് സി ഗ്രേഡ് ലാൻഡിനെ സൂചിപ്പിക്കുന്നു. ഒ എ എന്ന് പറയുന്നത് എ ഗ്രേഡ് ലാൻഡ്, എ ബി എന്ന് പറയുന്നത് ബി ഗ്രേഡ് ലാൻഡ്, ബി സി എന്ന് പറയുന്നത് സി ഗ്രേഡ് ലാൻഡിനെ സൂചിപ്പിക്കുന്നു. ബീങ് ദ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ്, ഏറ്റവും ഫലപുഷ്ടി ഉള്ളത് എ ആണ്, ഫലപുഷ്ടി കുറഞ്ഞത് ബി ആണ്, ഒട്ടും ഫലപുഷ്ടി ഇല്ലാത്തത് സി ആണ്. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൈസസ് ലോവസ്റ്റ് 25 എ. എയിൽ ഉൽപ്പാദന ചെലവ് 25 നമ്മൾ കണ്ടതല്ലേ. ബിയിൽ ലാൻഡ് ഈസ് ലെസ് ഫെർട്ടൈൽ, സി ലോസ് ഫെർട്ടൈൽ. So the respective cost of production B, C and 35 and 40. കിട്ടിയോ? എയിൽ ഉൽപ്പാദന ചെലവ് 25, ബിയിൽ ഉൽപ്പാദന ചെലവ് 35, സിയിൽ ഉൽപ്പാദന ചെലവ് 40. ഇനി എ ഗ്രേഡ് ലാൻഡ് സർപ്ലസ്, മിച്ചം എന്തെങ്കിലും ലഭിക്കുന്നു? 15 യൂണിറ്റ് മിച്ചം ലഭിക്കുന്നു. ബി ഗ്രേഡ് ലാൻഡിന് മിച്ചം എന്തെങ്കിലും ലഭിക്കുന്നു? 5 യൂണിറ്റ് മിച്ചം ലഭിക്കുന്നു. സി ഗ്രേഡ് ലാൻഡിന് ഒന്നുമില്ല മിച്ചം. ആ ഷെയ്ഡഡ് ഏരിയ ആണ് അവിടെ കിട്ടുന്ന മിച്ചം എ ഗ്രേഡ് ലാൻഡിന്. അപ്പം 25 രൂപയാണ് ഉൽപ്പാദിപ്പിക്കുന്നതിന്, കമ്പോളത്തിൽ കൊണ്ട് വിറ്റഴിക്കുമ്പോൾ 40 രൂപ കിട്ടി, അപ്പോൾ 15 രൂപ ലാഭം. അതാണ് സർപ്ലസ്, അതാണ് റെൻറ്റ്. ബി ഗ്രേഡ് ലാൻഡ് നോക്കി 35 രൂപ ചിലവായി, 40 രൂപ വിറ്റഴിച്ചപ്പോൾ കിട്ടി, അപ്പോൾ 5 രൂപയാണ് സർപ്ലസ് അല്ലെങ്കിൽ റെൻറ്റ്. എന്താണ്? സി ഗ്രേഡ് ലാൻഡിന് 40 രൂപയും ചിലവായി, ഒരു പോലും മിച്ചമില്ല, അതുകൊണ്ട് അവിടെ റെൻറ്റും ഇല്ല.
കിട്ടിയോ? റിക്കാർഡിംഗ് തിയറി ഓഫ് റെന്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഫോളോവിങ് അസംഷൻസ്. റിക്കാർഡിംഗ് തിയറിക്ക് താഴെ പറയുന്ന അസംഷൻസ്, സങ്കല്പങ്ങളുണ്ട്. 1. ലാൻഡ് വേരീസ് ഇൻ ഫെർട്ടിലിറ്റി. എന്താണ്? മണ്ണ് ഫലപുഷ്ടിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എ ഗ്രേഡ് ലാൻഡിൻ്റെ ഫലപുഷ്ടിയല്ല ബി ഗ്രേഡ് ലാൻഡിന്, ബി ഗ്രേഡ് ലാൻഡിൻ്റെ ഫലപുഷ്ടിയല്ല സി ഗ്രേഡ് ലാൻഡിന്, അല്ലേ? മണ്ണിൻ്റെ ഫലപുഷ്ടിയിൽ മാറ്റമുണ്ട്. 2. സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ലിമിറ്റഡ്. എന്താണ്? ഭൂമിയുടെ സപ്ലൈ എന്താ മക്കളെ? പ്രധാനം ലിമിറ്റഡ്, പരിമിതമാണ്. 3. മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ഈസ് കൾട്ടിവേറ്റഡ് ഫസ്റ്റ്. അല്ലേ? ഏറ്റവും ഫലപുഷ്ടി കൂടിയ മണ്ണിൽ ആദ്യം കൃഷി ചെയ്യും, പിന്നീട് ഫലപുഷ്ടി കുറഞ്ഞ് വരും. 4. പോപ്പുലേഷൻ ഗോസ് ഓൺ ഇൻക്രീസിങ്. ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിച്ച് വരും. 5. ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവിടെ നിലനിൽക്കുന്ന കമ്പോളം സമ്പൂർണ്ണ കിടമത്സര കമ്പോളം ആണ്. കിട്ടിയോ? From the above explanation, we shall draw the following conclusion on the Ricardian theory of rent. അല്ലേ? മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് റിക്കാർഡോയുടെ തിയറിയുടെ കൺക്ലൂഷൻ, നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ നമുക്ക് 4 നിഗമനം. 1. Rent is a factoring of land and it is payment for the use of the original and intrinsic powers of the soil. അല്ലേ? നമ്മൾ മുമ്പേ കണ്ടു, മണ്ണ് അല്ലെങ്കിൽ ഭൂമി ഉപയോഗിക്കുന്നതിന് കർഷകൻ ഭൂ ഉടമയ്ക്ക് കൊടുക്കുന്ന അടവിനെ വിളിക്കുന്ന പേരാണ് റെന്റ് അല്ലെങ്കിൽ വാടക അല്ലെങ്കിൽ പാട്ടം. ഒന്നാമത്തെ അതാ. 2. റെന്റ് ഈസ് ഡിഫറൻഷ്യൽ സർപ്ലസ്. സുപ്പീരിയർ ലാൻഡ് ഏൺസ് റെന്റ് കാൽക്കുലേറ്റഡ് ഫ്രം ദ മാർജിനൽ ലാൻഡ്. നമ്മൾ കണ്ടു, ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണിനാണ് ഏറ്റവും കൂടുതൽ റെന്റ് ലഭിക്കുന്നത്. അല്ലേ? ഏറ്റവും ഫലപുഷ്ടി കൂടിയ മണ്ണിലാണ് ആദ്യം കൃഷി ചെയ്യുന്നത്, പിന്നെ ഫലപുഷ്ടി കുറഞ്ഞത്, പിന്നെ ഏറ്റവും കുറഞ്ഞത്. അല്ലേ? അപ്പോൾ ഏറ്റവും ഫലപുഷ്ടി കൂടിയ മണ്ണിലാണ് ഏറ്റവും കൂടുതൽ റെന്റ് ലഭിക്കുന്നത്. എ ഗ്രേഡ് ലാൻഡിന് ഏറ്റവും കൂടുതൽ റെന്റ്, ബി ഗ്രേഡ് ലാൻഡിന് അതിൽ കുറവ് റെന്റ്, സി ഗ്രേഡ് ലാൻഡിന് റെന്റ് ഇല്ല. 3. റെന്റ് ഡസ് നോട്ട് എൻ്റർ ഇൻ ടു പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ഓർ ആദ്യത്തെ ആ സെൻറ്റൻസ് വരച്ചിട്ടാൽ മതി. റെന്റ് ഡസ് നോട്ട് എൻ്റർ ഇൻ ടു പ്രൈസ്. പാട്ടം വിലയിൽ ഉൾപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം പാട്ടവും വിലയുമായിട്ട് യോജിച്ച് പോകാൻ പറ്റത്തില്ലെന്നർത്ഥം, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കമ്പോളത്തിൽ കൊണ്ട് ഉൽപ്പന്നം വിറ്റിരിക്കുന്നു, അല്ലേ? നമുക്ക് ചിലവാകുന്ന ഉൽപ്പാദന ചിലവും അതും തമ്മിൽ വ്യത്യാസമാണ് റെന്റ്, വാടക എന്ന് നമ്മൾ കണ്ടതാണ്. 4. റെന്റ് ഈസ് ആൻ അൺനെസസറി പേയ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ പ്യൂർ സർപ്ലസ്. ഇറ്റ് ഈസ് അൺഏൺഡ് ഇൻകം. അനാവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയോ? ഇനി നമുക്കിനി ക്രിറ്റിസിസം പഠിക്കണം, പിന്നെ ക്വാസി റെന്റ് കൂടി പഠിക്കണം, എന്നാലേ ഈ ആൻസർ തീരത്തുള്ളൂ. അപ്പോൾ എന്താ മക്കളെ നമ്മൾ കണ്ടത്? റെന്റ് എന്താണെന്ന് പഠിച്ചു, റിക്കാർഡിംഗ് തിയറി ഓഫ് റെന്റ് പഠിച്ചു, ഗ്രാഫ് പഠിക്കണം, അസംഷൻസ് പഠിക്കണം, കൺക്ലൂഷൻ പഠിക്കണം, ക്രിറ്റിസിസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ്സിൻ്റെ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് വാട്സപ്പിലേക്ക് അയച്ചു തരിക. കഴിഞ്ഞ ദിവസം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ വാട്സപ്പിലേക്ക് നോട്ട് അയച്ചുള്ളൂ. പരീക്ഷയ്ക്ക് മാറ്റിവെച്ചു. ഇനി നോട്ടൊക്കെ അയച്ചു തരാൻ സമയമുണ്ട്. നോട്ട് അയച്ചു തന്നില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്യും, ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് നോട്ട് കൃത്യമായിട്ട് അയച്ചു തരിക. അയച്ചു തരുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പേര് കൂടി നോട്ടിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. God bless you.